ഇപ്പോൾ ട്രെൻഡിങ് ആയിരിക്കുന്ന ഷോർട്ട് കുർത്തിയുടെ കട്ടിങ്ങും സ്റ്റിച്ചിങ്ങും ആണ് കേട്ടോ ഈ വീഡിയോയിലൂടെ കാണിക്കുന്നത്. അപ്പോൾ ലൈനിങ് തുണി ഞാൻ 4 മടക്കിയെടുക്കുന്നുണ്ട്. ലൈനിങ് വെച്ചിട്ടാണ് കേട്ടോ ഈ ഒരു ഷോർട്ട് കുർത്തി ഞാൻ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇതിൻ്റെ ലെങ്ത്ത് എടുക്കുന്നത് 29 ഇഞ്ചാണ്. ഷോർട്ട് കുർത്തിയുടെ ലെങ്ത്ത് വരുന്നത് 30 ഇഞ്ചാണ്. അതിൽ നിന്ന് 1 ഇഞ്ച് മൈനസ് ചെയ്തിട്ട് 29 ഇഞ്ച് ലെങ്ത്താണ് കേട്ടോ ലൈനിങ് തുണി എടുക്കുന്നത്. സ്മോൾ സൈസിലാണ് കേട്ടോ ഈ ഒരു കുർത്തി ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇതിൻ്റെ ഷോൾഡർ 6 ഇഞ്ച് മാർക്ക് ചെയ്യുന്നുണ്ട്. ഈ 6 ഇഞ്ച് മാർക്ക് ചെയ്ത ഭാഗത്ത് നിന്ന് താഴേക്ക് ഒരു 6.5 ഇഞ്ച് മാർക്ക് ചെയ്യാം. എന്നിട്ട് ഇതുപോലെ വരച്ചെടുക്കുന്നുണ്ട്. ഇനി ചെസ്റ്റ് മാർക്ക് ചെയ്യാം. ചെസ്റ്റ് 34 ഇഞ്ചാണ് കേട്ടോ വരുന്നത്. അതിൻ്റെ ഒരു 4/1 ഭാഗം 8.5 ഇഞ്ച്, അതിൻ്റെ കൂടെ 1 ഇഞ്ച് ലൂസ് കൊടുത്തിട്ട് 9.5 ഇഞ്ച് മാർക്ക് ചെയ്യുന്നുണ്ട്. പിന്നെ 1 ഇഞ്ച് തയ്യൽ തുമ്പും. അപ്പോൾ ടോട്ടൽ 10.5 ഇഞ്ച് മാർക്ക് ചെയ്യാം. അവിടുന്ന് താഴേക്ക് ഒരു 6 ഇഞ്ച് മാർക്ക് ചെയ്ത് ഷേപ്പിൻ്റെ അളവ് മാർക്ക് ചെയ്യാം കേട്ടോ. വേസ്റ്റ് 32 ഇഞ്ചാണ് കേട്ടോ വേസ്റ്റ് വരുന്നത്. അതിൻ്റെ 4/1 ഭാഗം 8 ഇഞ്ച്, അതിൻ്റെ കൂടെ 1 ഇഞ്ച് ലൂസ് കൊടുത്ത് 9 ഇഞ്ച് മാർക്ക് ചെയ്യുക. പിന്നെ കൂടെ 1 ഇഞ്ച് തയ്യൽ തുമ്പും കൂടെ കേട്ടോ. ഇനി ഷോൾഡറിൻ്റെ അവിടെ നിന്ന് താഴേക്ക് 20.5 ഇഞ്ചിൽ മാർക്ക് ചെയ്യുന്നുണ്ട്. ഇവിടെയാണ് ഹിപ്പ് മാർക്ക് ചെയ്യുന്നത്. ഹിപ്പ് 36 ഇഞ്ചാണ് വരുന്നത്. അതിൻ്റെ 4/1 ഭാഗം 9 ഇഞ്ച്, 1 ഇഞ്ച് ലൂസ് കൊടുത്ത് 10 ഇഞ്ച് മാർക്ക് ചെയ്യാം. പിന്നെ 1 ഇഞ്ച് തയ്യൽ തുമ്പും കൂടെ ആഡ് ചെയ്ത് 11 ഇഞ്ചാണ് കേട്ടോ ടോട്ടൽ മാർക്ക് ചെയ്യുന്നത്. ആ ഒരു ഭാഗത്ത് ഈ സെയിം അളവ് ഈ ടോപ്പിൻ്റെ താഴ് ഭാഗത്തും മാർക്ക് ചെയ്യണം കേട്ടോ. ഇവിടെയാണ് കേട്ടോ സ്ലിറ്റ് വരിക. ഇനി ഈ മാർക്ക് ചെയ്ത പോയിൻറ്റ്സൊക്കെ ജോയിൻ ചെയ്ത് ഈ ഒരു ഷേപ്പിൽ വരച്ചെടുക്കണേ. ഇനി കൈക്കുഴി വരച്ചെടുക്കാം. എത്രയാണോ കൈക്കുഴി മാർക്ക് ചെയ്തിരുന്നത് അതിൻ്റെ ഹാഫ് മാർക്ക് ചെയ്ത് അവിടെ നിന്ന് ചെസ്റ്റ് മാർക്ക് ചെയ്ത പോയിൻറ്റിലേക്ക് ഇതുപോലെ കർവ് ചെയ്ത് വരച്ചെടുക്കണം കേട്ടോ. പിന്നെ നെക്ക് വിഡ്ത്ത് 2.25 ഇഞ്ചാണ് മാർക്ക് ചെയ്യുന്നത്. നെക്ക് ഡെപ്ത്ത് ഫ്രണ്ട് നെക്ക് 6 ഇഞ്ചും ബാക്ക് നെക്ക് 2.5 ഇഞ്ചാണ് കേട്ടോ മാർക്ക് ചെയ്യുന്നത്. ഞാനിവിടെ വി നെക്കാണ് ഫ്രണ്ട് നെക്ക് കൊടുക്കുന്നത്. ഇനി ഏത് ഷേപ്പാണ് വേണ്ടത് ആ ഒരു ഷേപ്പിൽ വരച്ചെടുക്കാം കേട്ടോ. ഇനി ഈ മാർക്ക് ചെയ്ത ഭാഗങ്ങളൊക്കെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ആദ്യം ബാക്ക് നെക്കാണ് കട്ട് ചെയ്തെടുക്കുന്നത്. അതിനുശേഷം അത് മാറ്റി വെച്ചിട്ട് ഫ്രണ്ട് നെക്ക് കട്ട് ചെയ്തെടുക്കാം കേട്ടോ. ഇതുപോലെ ലൈനിങ് തുണി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി സെയിം അളവിൽ നല്ല തുണിയും കട്ട് ചെയ്തെടുക്കണം കേട്ടോ. അപ്പോൾ ഇതാണ് നല്ല തുണി വരുന്നത്. അതിൻ്റെ ഫ്രണ്ട് പോർഷനിൽ താഴ് ഭാഗത്തൊരു ബോർഡർ വരുന്നുണ്ട് കേട്ടോ. ഇനി ഇത് മാറ്റി വെച്ചിട്ട് നമുക്ക് സ്ലീവ് കട്ട് ചെയ്തെടുക്കണം. അപ്പോൾ സ്ലീവ് കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് തുണി 4 മടക്കിയെടുക്കുക. ഈ ബോർഡർ വരുന്ന ഭാഗം സ്ലീവിൻ്റെ താഴ് ഭാഗത്ത് വരണം കേട്ടോ. അപ്പോൾ ആ ഒരു രീതിക്ക് തന്നെ 4 മടക്കിയെടുക്കുന്നുണ്ട്. സ്ലീവിൻ്റെ ലെങ്ത്ത് 20 ഇഞ്ചാണ് കേട്ടോ കൊടുക്കുന്നത്. അപ്പോൾ ആ ഒരു 20 ഇഞ്ച് താഴെ നിന്ന് മുകളിലേക്ക് മാർക്ക് ചെയ്യണം കേട്ടോ. ഈ ഒരു ബോർഡർ വരുന്നതുകൊണ്ട് 1 ഇഞ്ച് താഴെ എക്സ്ട്രാ വരുന്നുണ്ട്, അത് തയ്യൽ തുമ്പാണ്. അല്ലെങ്കിൽ 1 ഇഞ്ച് നിങ്ങൾ കൊടുക്കണം കേട്ടോ തയ്യൽ തുമ്പ്. ഇനി മുകളിൽ നിന്ന് താഴേക്ക് ഒരു 3 ഇഞ്ച് മാർക്ക് ചെയ്ത് കൈക്കുഴി വരച്ചെടുക്കണം കേട്ടോ. സ്ലീവിൻ്റെ താഴ് ഭാഗത്തെ വിഡ്ത്ത് 9 ഇഞ്ചാണ് കേട്ടോ കൊടുക്കുന്നത്. അത് ഇതുപോലെ മാർക്ക് ചെയ്ത് സ്ലീവിൻ്റെ ഷേപ്പ് ചെയ്തൊന്ന് വരച്ചെടുക്കാം. പിന്നെ ഈ ഒരു താഴ് ഭാഗം ഒന്ന് കർവ് ചെയ്ത് വരച്ചു കൊടുക്കണം കേട്ടോ. ഇനി മാർക്ക് ചെയ്ത ഭാഗത്തു കൂടെ സ്ലീവ് കട്ട് ചെയ്തെടുക്കാം. സ്ലീവിൻ്റെ സെൻറ്റർ അറിയാൻ വേണ്ടി ഈ ഒരു ഭാഗത്ത് ചെറിയൊരു കട്ടിങ് ഇതുപോലെ ഇട്ട് കൊടുക്കുക കേട്ടോ. ഇനി നമുക്ക് സ്റ്റിച്ച് ചെയ്യാം. അപ്പോൾ ആദ്യം ഫ്രണ്ട് പോർഷനാണ് കേട്ടോ സ്റ്റിച്ച് ചെയ്തെടുക്കുന്നത്. അപ്പോൾ അതിനെ നല്ല തുണിയിലേക്ക് ഈ ലൈനിങ് തുണിയുടെ നല്ല വശം ചേർത്ത് വെച്ചിട്ട് നെക്കിൻ്റെ ഭാഗം ഒരു 4 ഇഞ്ചിൽ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക കേട്ടോ. ഇനി ഈ ഭാഗം കട്ട് ചെയ്തതിന് ശേഷം ചെറിയ കട്ടിങ്ങുകൾ ഇട്ട് കൊടുക്കണം കേട്ടോ.
നല്ല ഷേപ്പിൽ കിട്ടാൻ വേണ്ടിയിട്ടാണ്. നമ്മൾ സ്റ്റിച്ച് ചെയ്ത ആ ഒരു ഭാഗത്ത് ഈ കട്ടിങ് കൊള്ളരുത്. അതിനുശേഷം ഇതിനെ മോശം വശത്തേക്ക് മറിച്ചെടുത്തിട്ട് ഒന്ന് പതിച്ച് സ്റ്റിച്ച് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ ലൈനിങ്ങിലാണ് ഈ സ്റ്റിച്ചിങ് കൊടുക്കേണ്ടത്. ഇതുപോലെ ഫ്രണ്ട് നെക്ക് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ബാക്ക് നെക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാം. അതിന് ബാക്ക് പാർട്ടിൻ്റെ നല്ല വശത്തേക്ക് ലൈനിങ് തുണിയുടെ നല്ല വശം ചേർത്ത് വെച്ചിട്ട് സെയിം രീതിക്ക് തന്നെ സ്റ്റിച്ച് ചെയ്ത് കട്ടിങ്ങൊക്കെ ഇട്ട് കൊടുത്ത് മറിച്ചെടുക്കാം കേട്ടോ. അപ്പോൾ ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിൽ പതിച്ച് സ്റ്റിച്ച് ചെയ്തെടുക്കാണ്ട് കേട്ടോ. ഇനി ഷോൾഡർ ജോയിൻ ചെയ്തെടുക്കാം. അപ്പോൾ രണ്ടിൻ്റെയും നല്ല വശം ചേർത്ത് വെച്ചിട്ട് ഈ ബാക്ക് പാർട്ടിൻ്റെ ലൈനിങ് തുണിയില്ലേ, അത് ഈ ഒരു ഫ്രണ്ട് പാർട്ടിൻ്റെ ലൈനിങ്ങിലേക്ക് ഇതുപോലെ ഒന്ന് കയറ്റി വെച്ചിട്ട് ഷോൾഡർ 4 ഇഞ്ചിൽ സ്റ്റിച്ച് ചെയ്തെടുക്കുക കേട്ടോ. ഇതുപോലെ ഷോൾഡർ ജോയിൻ ചെയ്യുകയാണെങ്കിൽ സ്റ്റിച്ചിങ് കാണൂല കേട്ടോ. ഷോൾഡർ ജോയിൻ ചെയ്ത് രണ്ട് ഷോൾഡറും ഈ ഒരു രീതിക്ക് തന്നെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. ഇതുപോലെ ആയിരിക്കും കേട്ടോ ഷോൾഡർ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുക. ഒട്ടും സ്റ്റിച്ചിങ് ഒന്നും കാണില്ല, നല്ല ഫിനിഷിങ്ങിൽ തന്നെ കിട്ടും. ഇനി സ്ലീവ് ജോയിൻ ചെയ്തെടുക്കാം. അതിന് നല്ല വശം മറിച്ചെടുത്തിട്ട് നമ്മൾ സ്ലീവിൻ്റെ സെൻറ്റർ മാർക്ക് ചെയ്തിരുന്നില്ല കട്ട് ചെയ്ത സമയത്ത്, ആ ഒരു ഭാഗം ഈ ഷോൾഡർ ജോയിൻ ചെയ്ത ഭാഗത്തേക്ക് കറക്റ്റ് വെച്ചിട്ട് രണ്ട് സൈഡിലേക്കും സ്റ്റിച്ച് ചെയ്ത് സ്ലീവ് ജോയിൻ ചെയ്തെടുക്കാം. ഇതുപോലെ രണ്ട് സ്ലീവും സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി സ്ലീവിൻ്റെ താഴ് ഭാഗത്ത് ഒരു ലേസ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട്. സ്ലീവിൻ്റെ നല്ല ഭാഗത്ത് ഈ ലേസിൻ്റെ നല്ല ഭാഗം ചേർത്ത് വെച്ചിട്ട് ഒരു ബോർഡറിൽ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക കേട്ടോ. ആദ്യം അങ്ങനെ സ്റ്റിച്ച് ചെയ്തതിന് ശേഷം ഈ ഒരു ഭാഗം റോങ് സൈഡിലേക്ക് മടക്കിയിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കുക കേട്ടോ. അപ്പോൾ ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുക്കുകയാണെങ്കിൽ നല്ല ഫിനിഷിങ്ങിൽ തന്നെ സ്റ്റിച്ചിങ് വരും കേട്ടോ. ഇനി രണ്ട് സൈഡും ജോയിൻ ചെയ്തെടുക്കാം. അപ്പോൾ അതിന് എത്രയാണോ നമ്മൾ മാർക്ക് ചെയ്തിരുന്നത് ആ ഒരു മാർക്കിംഗ് ഒന്നും കൂടെ കൊടുക്കുന്നുണ്ട് കേട്ടോ, സെൻറ്ററിൽ നിന്ന് രണ്ട് സൈഡിലേക്കും. എന്നിട്ട് ഷേപ്പ് ചെയ്ത് കൊടുക്കാം.
രണ്ട് സൈഡും ജോയിൻ ചെയ്തതിന് ശേഷം ലൈനിങ് തുണിയുടെ താഴ്ഭാഗം റോങ് സൈഡിലേക്ക് മടക്കിയിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. രണ്ട് ലൈനിങ്ങിൻ്റെയും താഴ്ഭാഗം മടക്കി സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി സ്ലിറ്റ് സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ടോപ്പിൻ്റെ ഫ്രണ്ട് പോർഷനിൽ താഴ്ഭാഗത്ത് ലേസ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതിന് നേരത്തെ നമ്മൾ സ്ലീവിൽ ലേസ് സ്റ്റിച്ച് ചെയ്തെടുത്തിരുന്നില്ലേ, ആ ഒരു മെത്തേഡിൽ തന്നെ ഈ ഒരു ഭാഗവും സ്റ്റിച്ച് ചെയ്തെടുക്കുക കേട്ടോ. പിന്നെ ബാക്ക് പാർട്ടിൻ്റെ താഴ്ഭാഗവും മടക്കി സ്റ്റിച്ച് ചെയ്തെടുക്കണം കേട്ടോ. ഇത്രയും ആയാൽ ഈ ഒരു ഷോർട്ട് കുർത്തിയുടെ കട്ടിങ്ങും സ്റ്റിച്ചിങ്ങും കഴിഞ്ഞിട്ടുണ്ട്. എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കുക കേട്ടോ. 2 മീറ്റർ തുണിയാണ് കേട്ടോ ഞാൻ ഇതിന് വേണ്ടിയിട്ട് എടുത്തിട്ടുള്ളത്. അതുപോലെ വീഡിയോയുടെ ഫീഡ്ബാക്ക് നിങ്ങൾ കമൻറ്റിലൂടെ അറിയിക്കണേ. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ.